ക്ഷേത്രത്തിന്റെ പണം ദൈവത്തിന് അവകാശപ്പെട്ടത് എന്ന് സുപ്രീം കോടതി. ആ പണം സഹകരണ ബാങ്കിന്റെ അതിജീവനത്തിനായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി നിരീക്ഷണം. വി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, പ്രസ്തുത കേസിലെ വിധിയാണെങ്കിലും കാലിക പ്രാധാന്യം ഏറെയുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിന്. ഡീറ്റെയിൽസ്. പ്രതീക്ഷ, ക്ഷേത്രത്തിന് ലഭിക്കുന്ന പണം ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. ആ പണം ക്ഷേത്രത്തിന്റെ താല്പര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സഹകരണ ബാങ്കിന്റെ അതിജീവനത്തിനായി ക്ഷേത്രപണം ഉപയോഗിക്കാനാകില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രവും തൃശ്ശിലേരി ശിവക്ഷേത്രം എന്നിവ രണ്ട് സഹകരണ ബാങ്കുകളിൽ നടത്തിയ സ്ഥിര നിക്ഷേപം പിൻവലിച്ച് ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റാൻ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെ മാനന്തവാടി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തിരുനെല്ലി സർവീസ് സഹകരണ കോഓപ്പറേറ്റീവ് ബാങ്കുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഈ രണ്ട് ബാങ്കുകളിലുമായിരുന്നു കോടികളുടെ നിക്ഷേപം ഉണ്ടായിരുന്നത്. ഇവർ പറഞ്ഞിരുന്നത് ഈ കാലാവധി പൂർത്തിയാകാതെ ഈ നിക്ഷേപം പിൻവലിച്ചാൽ അത് സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചത്. എന്നാൽ ഈ വാദം ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അംഗീകരിച്ചില്ല. ഈ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ല എന്നും ഈ പണം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റിയാൽ അതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്നും കോടതി ആരായുകയും ചെയ്തു. ഏതായാലും ഈ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഉത്തരവും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റെ പരാമർശവും. പ്രധാനപ്പെട്ട വിധിയാണ്. ക്ഷേത്രത്തിലെ പണം ദൈവത്തിന് അവകാശപ്പെട്ടത് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ കേസിൽ പണം സഹകരണ ബാങ്കിന്റെ അതിജീവനത്തിനായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതോടുകൂടിയാണ്. തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തുന്നത്.